അങ്ങനെ പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഭൂമി ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരും, കാറ്റ് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരും, ആകാശവും അഗ്നിയും ജലവും ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരും, പഞ്ചഭൂതങ്ങളും പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങളും നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമായിരിക്കണമെന്നില്ല നമുക്ക് പഞ്ചഭൂതങ്ങൾ പഠിപ്പിച്ചു തരിക. ഭാഗവതത്തിൽ അവധൂത ഗുരു ചില കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങൾക്ക് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും പഠിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് ധരിക്കരുത്. അവയ്ക്ക് അവയുമായിട്ട് സംവദിക്കുവാൻ സാധിക്കുന്ന ഓരോരുത്തരോടും സംവദിക്കുന്നയാളുടെ തരവും തലവും അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പഞ്ചഭൂതങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പലതുമുണ്ടെങ്കിൽ പഞ്ചഭൂത സംഘാതമായിട്ടുള്ള പ്രപഞ്ചത്തിനും പഠിപ്പിച്ചു തരാൻ പലതുമുണ്ടാകും. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടും കാണുന്നതെല്ലാം നമ്മളെ പഠിപ്പിക്കും. അങ്ങനത്തെ പല പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിച്ച് നടക്കുന്ന ഒരാൾ കപോതപക്ഷിയെ കാണുകയാണ്. ആ കപോതപക്ഷിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. കപോതത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ, പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെൻ്റെ കഥ തന്നെയല്ലേ പറയുന്നത്, എന്നാൽ പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോരെ, പക്ഷി എന്നെന്തിനാ പറഞ്ഞേ എന്ന് നമുക്ക് തോന്നും. മഹർഷി വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മമതാബന്ധത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും പക്ഷി മൃഗാദികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ കഥ, കപോതത്തിൻ്റെ കഥ പറഞ്ഞത്. ആ കപോതത്തിൻ്റെ കഥ നിർത്തിയെടുത്ത് വെച്ച് നമുക്ക് കേൾക്കാം. അതിപ്രേമ ബദ്ധരായിരുന്ന രണ്ട് കപോതങ്ങളുടെ കഥയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പിജിയൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. അവർ വളരെ ഹാപ്പിലി മാരീഡായിരുന്നു. വളരെ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പല സ്ഥലത്തുമൊക്കെ പോയി കണ്ണും നോക്കി കുറേ നേരം ഇരിക്കും. സമയം പോകുന്നത് അവർക്കറിയില്ല. സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് ആർക്കും അറിയില്ല, പക്ഷികൾക്ക് പോലും. അങ്ങനെ പ്രണയബദ്ധരായ അവർ പരസ്പരം സ്നേഹിച്ചും ലാളിച്ചും ഒക്കെ കഴിഞ്ഞു, മുന്നോട്ട് പോയി. ഭാര്യ എന്തു പറഞ്ഞാലും ഭർത്താവ് ചെയ്യും. അതിൻ്റെ അർത്ഥം ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ ചെയ്യില്ല എന്നല്ല. കാരണം അവസാനം ഭർത്താവിൻ്റെ വിലാപമുണ്ട്. ആ വിലാപത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് അനുയോജ്യയായിരുന്നു എൻ്റെ ഭാര്യ എന്ന്. അങ്ങനെ ഭാര്യയുടെ മനസ്സിൽ തോന്നുമ്പോഴത്തേക്കും ഭർത്താവ് അത് നടത്തിച്ചു കൊടുക്കും, ഭർത്താവിൻ്റെ മനസ്സിൽ തോന്നുമ്പോഴത്തേക്കും ഭാര്യ അത് നടത്തിച്ചു കൊടുക്കും. അത്ര ഐഡിയലൊന്നും അല്ല നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാരും ഭാര്യമാരെങ്കിലും മഹർഷി ഇതിലും കൂടുതൽ ഭാര്യാഭർത്തൃബന്ധം ഉണ്ടാകാനിടയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഏറ്റവും സൂപ്പർലേറ്റീവായിട്ട് പറഞ്ഞത്. കാരണം ഇനി ഇതിലും കൂടുതൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രണയബദ്ധരാകാൻ പറ്റില്ല. ഇത്രയൊന്നുമില്ല. നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് തിയറട്ടിക്കലായിട്ട് നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവും ചില എക്സ്പെരിമെൻറ്റുകൾക്ക്. അതേ എക്സ്പെരിമെൻ്റ് നമ്മൾ ലബോറട്ടറിയിൽ ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ വാല്യൂ കിട്ടുകയില്ല. പ്രാക്ടിക്കലി ആ വാല്യൂ കിട്ടുകയില്ല. നമ്മളെങ്ങാനും കൃത്യമായിട്ട് ആ വാല്യൂ ഉണ്ടാക്കി നമ്മുടെ സാറന്മാരുടെ അടുത്ത് പോയാൽ അവർ പറയും ഇത് കള്ളത്തരാന്ന്. തിയറട്ടിക്കൽ വാല്യൂ ഒരിക്കലും പ്രാക്ടിക്കൽ ഇതിൽ കിട്ടില്ല. മനുഷ്യ ജീവിതത്തിലും അതേപോലെ തന്നെയാണ്. ഈ കപോതത്തെ പോലെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ജീവിതമൊന്നും നമ്മുടെ നാട്ടിലൊന്നും എവിടെയും കാണുകയില്ല. പക്ഷെ അത് ഇതിനും അപ്പുറമൊന്നും വർണ്ണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കവി അതിൻ്റെ ഏറ്റവും മാക്സിമം ബ്യൂട്ടിയിൽ, ഏറ്റവും മാക്സിമം പ്രണയബദ്ധതയിൽ വർണ്ണിച്ചത്. അങ്ങനെ അവരുടെ പ്രണയവല്ലരി പൂത്തു. മിസ്സിസ് പിജിയൻ പ്രഗ്നൻ്റായി. അപ്പോഴും കവി വർണ്ണിച്ചില്ലെങ്കിലും നമുക്കറിയാം, നമുക്ക് ആലോചിക്കാം. ആൺപക്ഷി തൻ്റെ പെൺപക്ഷിക്ക് വേണ്ടി പലതും ഈ ഗർഭസമയത്ത് ചെയ്തിട്ടുണ്ടാവും. ഗർഭസമയത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിക്കും വേണ്ടി അച്ഛനമ്മമാർ നെട്ടോട്ടം പായുന്നത് നമ്മൾ കാണാറില്ലേ? എന്ത് ജപിച്ചാ വെണ്ണ കൊടുക്കുക, ഏത് പാട്ടാ കേൾപ്പിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഈ പുറത്തു വരാൻ പോകുന്ന ശിശുവിൻ്റെ ഭാവി ഭാസുരമാക്കാൻ. ആ ശിശുവിൻ്റെ ഭാവിയുടെ ഭൂതമാണ് തങ്ങളെന്ന് തിരിച്ചറിയാതെ, ആ ഭാവിയിൽ തങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയാതെ അതിൻ്റെ ഭാവി ഭാസുരമാക്കുവാൻ എല്ലാം ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ആ
കപോത്തിക്ക മുട്ടയിട്ടു. തൻ്റെ ചൂടുകൊണ്ട് ആ മുട്ടയെ വിരിയിച്ചു. തൻ്റെ ചൂടുകൊണ്ടാണ് മുട്ട വിരിഞ്ഞത് എന്നാണ് കപോത്തിക്കയ്ക്ക് തോന്നിയത്. പക്ഷേ കവിയായ ഋഷി പറയുന്നത് വിഷ്ണുമായ കൊണ്ടാണ് അത് വിരിഞ്ഞതും വളർന്നതും എല്ലാം. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും വിഷ്ണുമായയുടെ കെളീവിലാസം കാരണമാണ്, നമ്മളുടെ പ്രയത്നവും പ്രയത്നമില്ലായ്മയും കൊണ്ടല്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്കങ്ങ് പ്രവർത്തിക്കാതെ ഇരുന്നൂടെ? ഇത്ര മെനക്കെടുന്നത് എന്തിനാണ്? പ്രവർത്തിക്കാതെ ഒന്ന് ഇരുന്ന് നോക്കുക, അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ലോകത്തെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കാനാണ് ഏറ്റവും പ്രയാസം. നമ്മൾ ചില മക്കളെയൊക്കെ പറ്റി പറയില്ലേ, അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ടാത്തൊന്നും നമുക്കൊക്കെ വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന്. നമുക്കും പറ്റുകയില്ല, വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല. ന്യൂട്ടൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഒരിക്കൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങിയ ഒരു ബോഡി വേറൊരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഈശ്വരൻ കറക്കി വിട്ട ഈ പ്രപഞ്ചമാകുന്ന പമ്പരത്തിന് ഈശ്വരാനുഗ്രഹമില്ലാതെ അതിലൊന്നിനും നിശ്ചലമാകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഈശ്വര നിശ്ചയം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത്. ഏറ്റവും നിഷ്ഠുരമായ കാര്യങ്ങൾ മുതൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ വരെ ഗുണദോഷാതീതനായ ഭഗവാന്റെ ഇച്ഛയ്ക്കു വിധേയമായിട്ടാണ് നടക്കുന്നത്. ഈശ്വരൻ അറിഞ്ഞിട്ടാണ്. ഈശ്വരൻ നമ്മളുടെ ഗുഡ് ആൻഡ് ബാഡിൽ പെടുന്നതല്ല. ഈശ്വരൻ നമ്മുടെ ഗുഡ് ആൻഡ് ബാഡിന് ബിയോണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും നിഷ്ഠുരമായ കാര്യം മുതൽ ഏറ്റവും ശ്രേഷ്ഠമായത് വരെ ഈശ്വര നിശ്ചയമനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ആ നടത്തിപ്പിൻ്റെ കാര്യകാരണങ്ങൾ നമ്മളോട് വിവരിക്കേണ്ടുന്ന ഒരു ആവശ്യവും ബാധ്യതയും ഭഗവാൻ ഇല്ല. നമ്മളോട് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുകയില്ല, കണക്ക് പറഞ്ഞില്ലെങ്കിൽ. നിങ്ങൾ വിശ്വസിച്ചില്ലേ, നിങ്ങൾക്ക് പോയി. നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടോ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടോ അല്ല ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നത്. ഞാനുണ്ടാകുന്നതിന് മുൻപ് തുടങ്ങിയ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എൻ്റെ തിരോധാനത്തിനും ശേഷവും തുടരുമെന്നുള്ളത് കൊണ്ട് ആ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവിനോടുള്ള എൻ്റെ വിശ്വാസവും അവിശ്വാസവും അപ്രധാനമാണ്. വിശ്വാസം എന്ന് ഇന്നത്തെ നിലയിൽ പറയുന്നത് തികച്ചും അപ്രധാനമാണ്. ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുറപ്പില്ലാത്ത വസ്തുവിൽ ഉണ്ട് എന്ന് കരുതുന്നതാണ്. ഈശ്വരവിശ്വാസം എന്താ? ഈശ്വരൻ ഉണ്ട് എന്ന് കരുതുക. വാസ്തവത്തിൽ ഈശ്വരനുണ്ടോ? രണ്ടാമത്തെ അക്ഷരം ഇല്ലായിരുന്നെങ്കിൽ മലയാളി ഉത്തരം മുട്ടിപ്പോയനെ. അറിയല. ഇനി ഉണ്ടായിട്ട് പാസ്കൽ പറഞ്ഞ പോലെ, സയൻറ്റിസ്റ്റായിട്ടുള്ള പാസ്കൽ പറഞ്ഞു, ഈശ്വരൻ ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈശ്വരൻ ഇല്ലെങ്കിലും ഉണ്ട് എന്ന് കരുതി വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇല്ല എന്നാണ് കരുതുന്നതെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടായാലോ? അതുകൊണ്ട് വിശ്വസിക്കുന്നതല്ലേ നല്ലതെന്ന് അദ്ദേഹം ചോദിച്ചത്. ഒന്നുകൂടെ ഞാനത് പറയാം. ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നത് നല്ലത്. ഇല്ലെങ്കിലും ഇല്ലാത്തൊരു വസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, വിശ്വസിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണ്ടായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പവും മൂപ്പര് ചെയ്താലോ? പാസ്കലിൻ്റെ അഭിപ്രായമാണ്. ഫിസിസിസ്റ്റ് ആയിട്ടുള്ള പാസ്കൽ പറഞ്ഞതാണ്. അതുകൊണ്ട് വിശ്വസിക്കുകയല്ലേ നല്ലത്. നമ്മൾ ആ പോളിസിക്കാരാ. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇനിയും ഉണ്ടെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പുലിവാലിനേക്കാൾ കൂടുതൽ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് വിശ്വസിക്കുകയാണ്. ഈശ്വര വിശ്വാസമല്ല പ്രധാനം, ഈശ്വരനെ അറിയുകയാണ് പ്രധാനം. ഈശ്വരനെ അറിയുവാൻ ശ്രമിക്കുന്നതാണ് പ്രധാനം. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതാണ് പ്രധാനം. ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുവാനുമുള്ള ആർജവത്തോടുകൂടി അന്വേഷിക്കുന്നതാണ് പ്രധാനം. ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, സ്വാമി വിവേകാനന്ദനും. അദ്ദേഹത്തിൻ്റെ 150ാമത്തെ ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് വെറുതെ ആഘോഷിച്ചങ്ങനെ തീർക്കാൻ പാടുള്ളതല്ല. വാസ്തവത്തിൽ വിവേകാനന്ദ സ്വാമി എന്തിനൊക്കെ വേണ്ടിയാണോ നിലകൊണ്ടത് അതിനൊക്കെ വേണ്ടി അത്ര നിലകൊള്ളാൻ സാധിച്ചില്ലെങ്കിലും
കുറച്ചെങ്കിലും അതിനൊക്കെ വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ആയിരിക്കും ആണ് 150 അദ്ദേഹത്തിൻ്റെ 150ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞതും കൂടിയാണത്. നമ്മൾ ഈശ്വരൻ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അന്വേഷിക്കുക, സ്വന്തം ജീവിതത്തിൽ അന്വേഷിക്കുക. ഇല്ലെങ്കിൽ ആർജവത്തോടുകൂടി പറയുക, ഞാൻ അന്വേഷിച്ചു, ഇങ്ങനെ ഒരു സാധനമില്ല. ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. ഏതൊരാളാണോ, ഏതൊരു മൃഗമാണോ ഈശ്വരാന്വേഷണത്തിനു വേണ്ടി സ്വജീവിതത്തെ തിരിക്കുന്നത്, ഏതൊരു മൃഗമാണോ ഈശ്വരനെ അന്വേഷിക്കുവാനുള്ള പരിശ്രമം തുടങ്ങുന്നത്, ആ മൃഗത്തെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അതില്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇത് ഈ കപോത്തത്തെ പോലെ